വെൽക്കം സൈറാം, ഞാൻ ഗൗരി ജയൻ. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഹോംവർക്കൊന്നും ചെയ്യാതെ പോയി പറഞ്ഞാൽ ടീച്ചർ എന്താ പറയുക, നീ ഒന്നിനും കൊള്ളില്ല, നിനക്കൊന്നും അറിയില്ല എന്നായിരിക്കും പറയുന്നത്. നമ്മളത് അങ്ങനെ കേട്ട് മൈൻഡിൽ അങ്ങനെ ഫിക്സ് ചെയ്യുമായിരിക്കും. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്ന് അച്ഛനും അമ്മയും ചീത്ത വിളിക്കുക, എന്തെങ്കിലും നമ്മൾക്ക് ജോലി പറഞ്ഞാൽ നമ്മളത് കേൾക്കാതെയായ അപ്പോഴും ചീത്ത വിളിക്കുകയായിരിക്കും. നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, നിനക്കൊന്നും അറിയില്ല എന്ന് ചീത്ത വിളിക്കുകയായിരിക്കും. അത് നമ്മൾ ആ മൈൻഡിൽ അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുകയായിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ കല്യാണം കഴിയും, ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോ അവർ പറയുമായിരിക്കും, നിനക്കൊന്നും അറിയില്ല, ഒന്നിനും കൊള്ളില്ല എന്ന്. അങ്ങനെ പിന്നെ മക്കളാകുമ്പോൾ മക്കൾ പറയും, അമ്മയ്ക്കൊന്നും അറിയില്ല, അങ്ങനെ അറിയില്ല പറഞ്ഞിട്ട് നമ്മൾ അതങ്ങനെ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്നിനും പറ്റില്ലേ എന്നുള്ള ഒരു ആലോചനയായിരിക്കും. പിന്നെ സങ്കടമായിരിക്കും. പിന്നെ പിന്നെ നമ്മൾ സീരിയലിലൊക്കെ കാണുന്നില്ലേ, ഇപ്പോൾ വൈകുന്നേരം ആയി വെച്ചാൽ എല്ലാ അമ്മമാർക്കും സീരിയലാണല്ലോ. സീരിയലിൽ എന്താ ഉള്ളത്, എപ്പോഴും കരച്ചിലാണ്. ചിലപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് അതൊക്കെ അവിടെ കാണുമ്പോൾ വീണ്ടും നമുക്കായ ഓർമ്മകളും കരച്ചിലുമാണ് നമുക്ക് വരുന്നത്. അതൊക്കെ എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ അതൊന്നും സീരിയലിലായിട്ട് വൈകുന്നേരം സീരിയൽ ഇടരുത്. പിന്നെ പ്രത്യേകിച്ച് ന്യൂസും 6 മണിക്ക് ശേഷം നമ്മൾ വിളക്കൊക്കെ തെളിയിച്ച് ഭഗവാന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ന്യൂസ് ഉടനെ വയ്ക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ആ ന്യൂസിൽ എന്താണ് എപ്പോഴും എന്ത് ന്യൂസാണെന്ന് നിങ്ങൾക്ക് അറിയാം. കുത്തും കൊലയും വേണ്ടാത്തതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ ന്യൂസ് അതും മൈൻഡിൽ അങ്ങനെ ഫിക്സ് ചെയ്ത് അവർ അങ്ങനെ ആക്സിഡൻ്റായി മരിച്ചു, പോസ്റ്റ്മോർട്ടം ഇതൊക്കെ ആയിരിക്കും പിന്നെ ന്യൂസിലും ഉള്ളത്. അതേ ഒരു ചിന്തയോടെ കൂടിയായിരിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഉറങ്ങാൻ പോകുന്ന ടൈമിൽ ഉറക്കം വരുന്നതായിരിക്കില്ല. നമ്മൾ അതേക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും നമുക്കുള്ളത്. ഇങ്ങനെയായാലോ അതാണോ ഇതാണോ, ആ കുട്ടിക്ക് അതായി, നമുക്കും ഇങ്ങനെയായിരിക്കുമോ, നമ്മുടെ കുട്ടിക്ക് ഇതായിരിക്കുമോ, എവിടെയോ എന്തോ സംഭവിച്ചു, അത് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ വീട്ടിലായിരിക്കും. നമുക്ക് ഇങ്ങനെ സംഭവിക്കുമോ, നമുക്ക് ഇങ്ങനെ ആകുമോ എന്നുള്ള ചിന്ത മുഴുക്ക നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും. പിന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനൊന്നും കഴിയില്ല. നമുക്ക് നെഗറ്റീവ് അങ്ങനെ കുറച്ചായിട്ട് നമുക്ക് വന്നു തുടങ്ങും. ചെറുപ്പം തൊട്ട് ഉള്ള അത് കുറച്ചായിട്ട് നമ്മൾ മാറ്റാനാണ് നോക്കേണ്ടത്. അങ്ങനെയൊന്നുമില്ല, നമുക്കൊക്കെ പറ്റും, അത് എല്ലാവരും പറയുന്നത് തന്നെ. എല്ലാ അച്ഛനും അമ്മയും പറയുന്നതായിരിക്കും, എല്ലാ ടീച്ചർമാരും സാറുമാരൊക്കെ അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും അങ്ങനെ പറയുന്നതായിരിക്കും എന്നൊക്കെ നമ്മളെ തന്നെയാണ് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഇല്ലാതെ നമ്മളത് ചിന്തിച്ച് നമ്മളെ കേടുവരുത്തരുത്. പിന്നെ ഓരോരുത്തരും പറയും നമ്മളെക്കുറിച്ച്, അതും ഒന്നും നമ്മൾ മൈൻഡിൽ വെച്ചുകൂടാ. നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുക. പിന്നെ നമുക്ക് പ്രായമാകുമ്പോൾ പ്രായമായി, ഇനി എന്താണ് ഡ്രസ്സിങ്, എന്താണ് ഭക്ഷണം എന്തെങ്കിലും നല്ല ആഹാരം കഴിച്ചാൽ അയ്യോ ഷുഗർ വരുമോ, അതൊരു ഭയം. പിന്നെ ഇത്തിരി നല്ല ഡ്രസ്സൊക്കെ അണിയുകയാണെങ്കിൽ നമുക്ക് എന്തിനാണ്, വയസ്സായില്ലേ, ഇനി എന്തിനാണ് ആ ഡ്രസ്സൊക്കെ, അതൊന്നും നമ്മൾ ചിന്തയിലേ വരാൻ പാടില്ല. നമ്മൾ കുട്ടിയാണ്, കുട്ടികൾക്കുള്ള മനസ്സ് എപ്പോഴും നമ്മൾക്കും ഉണ്ടാകണം. അതായത് ചിരിക്കാനും കളിക്കാനും സംസാരിക്കാനും. പിന്നെ എന്തെങ്കിലും കുട്ടികൾ അങ്ങനെയാണ്, അവരെ എത്ര ചീത്ത വിളിച്ചാലും അടിച്ചാലും ഒരു 10 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞു വെച്ചാൽ അവർ വീണ്ടും പഴയതുപോലെയായി. അതേപോലെ നമ്മളും ആയിരിക്കണം. ആരെന്ത് പറഞ്ഞാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അതെല്ലാം മറന്ന് നമ്മൾ അത് നടന്ന സംഭവമേ എന്താണെന്ന് അറിയാതെ നമ്മൾ മുന്നോട്ട് പോവുക. അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. എന്നെ മാതിരിയുള്ള അമ്മമാർക്ക് വേണ്ടിയാണ് പറയുന്നത്. സീരിയൽ കണ്ടിട്ട് കരഞ്ഞ് വെറുതെ ബിപിയും ഷുഗറൊന്നും ഉണ്ടാക്കരുത്. അത്ര തന്നെ കണ്ടോളൂ, കാണണ്ടെന്ന് പറയുന്നില്ല. എപ്പോഴും നോക്കിയാലും സീരിയലിൻ്റെ മുൻവശത്തിൽ ഇരുന്ന് പിന്നെ അതിൽ നടക്കുന്ന സംഭവമൊക്കെ നമ്മുടെ വീട്ടിൽ സംഭവമാക്കി മാറ്റരുത്.
പിന്നെ അതിൽ കഴിയുന്നതൊക്കെ ഇങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കുമോ, ആ മരുമകൾ അങ്ങനെ ചെയ്തു, അമ്മായിയമ്മ ഇങ്ങനെ ചെയ്തു എന്നൊന്നും അത് നമ്മുടെ വീട്ടിലായിട്ട് കൊണ്ടുവരരുതേ. അതേപോലെ വെളിയിൽ പോകുമ്പോഴും ഈ സംസാരമൊന്നും നമുക്ക് വേണ്ട. ഞാനും ഒരുപാട് കണ്ടതാണ്. എവിടെ പോയാലും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ, നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത്, അതൊന്നും സംസാരമല്ലാതെ ഈ സീരിയൽ മാത്രമാണ്. അവിടെ പോയാലും കുട്ടികൾ തൊട്ട് വലിയവർ വരയ്ക്കുള്ള വയസ്സായ ഒരു 90 വയസ്സായവർ തൊട്ടുള്ള ഒരു സീരിയലിൽ ഇത് മാത്രമാണ് സംസാരിച്ചോളൂ, വേണ്ടെന്ന് പറയുന്നില്ല. അതിലൊരു സുഖമാണെങ്കിൽ സംസാരിക്കുക, സന്തോഷമുള്ള കാര്യങ്ങൾ പറയുക, ചിരിക്കുക, സന്തോഷിക്കുക, എല്ലാം ചെയ്യുക. പിന്നെ അതിലുള്ള കരച്ചിലും ഇതൊന്നും നമുക്ക് വേണ്ട. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദൈവമില്ല എന്ന് പറയുന്നവർ ഒരുപാടുണ്ട്. അതായത് ദൈവം ഇല്ല അങ്ങനെ പറയുന്നവരിനെയും കൂടെ നമ്മൾ വിശ്വസിക്കാം. എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെ ഒരിക്കൽ ദൈവത്തെ വിശ്വസിച്ച് ആ ദൈവത്തെ തേടി അവർ പോകുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നവർ ആ ലാസ്റ്റ് ടൈമിൽ വരുമ്പോൾ അവർക്ക് പിന്നെ ഓരോ കഷ്ടങ്ങളും ഇതൊക്കെ വരുമ്പോൾ അവർ ദൈവത്തെ തേടി പോകുന്നതാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നവരും കൂടെ വിശ്വസിക്കാം. പക്ഷേ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് കുറച്ച് പേരുണ്ട്. അത് അനേകം പേരുണ്ട് ആൾ ദൈവങ്ങളായിട്ട്. അവരെയും കുറച്ച് വിശ്വസിച്ചു നമ്മൾ ടൈം കളയണ്ട. നമുക്ക് അമ്പലത്തിൽ പോകാം. അമ്പലത്തിൽ പോകുന്നതൊക്കെ നല്ല സന്തോഷമാണ്, നല്ല എനർജിയാണ്. ഭഗവാനെ കണ്ട് തൊഴുതുന്നതും പിന്നെ അമ്പലത്തിൽ പോണതും ഒക്കെ നല്ല എനർജിക്കാണ്. പിന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കുക. എത്രത്തോളം നമ്മൾ പലതും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നിറയെ. അതൊന്നും ഇല്ലാതെ ഇനിയുള്ള നമ്മുടെ നമ്മുടെ വയസ്സ് എല്ലാം മക്കളും മരുമക്കള് പേരക്കുട്ടികളൊക്കെ ആയ അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്നെപ്പോലെ ഒരു അമ്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ സന്തോഷിക്കാൻ നോക്കുക, പിന്നെ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഞാൻ ഒരുപാട് കേട്ടതാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയാനുള്ളത്. പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, ആർക്ക് വേണമെങ്കിലും അറിയാവുന്ന കാര്യം പറയാവുന്നതാണ്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ പറയാം. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. നമുക്ക് ഏതിൽ കൂടിയാണോ സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ പ്രവർത്തിക്കാം. ആർക്കും ഒരു ദോഷമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, നമ്മൾ പ്രവർത്തിക്കാം. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്. പിന്നെ അത്ര തന്നെ. അടുത്ത വീഡിയോയിൽ കാണാം.